ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു. ഇന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമായിരുന്നേ. രാവിലെ 11 മണിക്ക് പോകണം തന്നെ വിചാരിച്ചു. കാരണം ഇവിടെ അടുത്ത് തന്നെ ഹോസ്പിറ്റൽ, വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. പക്ഷേ ഇന്ന് അവിടെ വിളിച്ചു ചോദിച്ചപ്പോഴാണ് പറയുന്നത്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ടെസ്റ്റിനൊക്കെ സ്ലോട്ട് വേണമായിരുന്നു, സ്ലോട്ടില്ല, ഞാൻ ബുക്ക് ചെയ്യണമായിരുന്നു എന്ന്. അവർ മുന്നേ ഇത് പറയുകയാണെങ്കിൽ ഞാൻ ബുക്ക് ചെയ്യില്ലായിരുന്നു. പറഞ്ഞുമില്ല, ഞാൻ ചോദിച്ചുമില്ല. കാരണം സാധാരണ എന്നും ഞാൻ അങ്ങനെ കയറി ചെന്ന് അപ്പം തന്നെ ബില്ലാക്കി സ്കാനിനും കയറി ഡോക്ടറെയും കണ്ട് വരില്ലായിരുന്നു. പക്ഷെ ഇന്നത് പറ്റില്ല. സാധാരണ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ ഒരുങ്ങലൊന്നുമില്ല കേട്ടോ. ലിപ്സ്റ്റിക്കൊന്നും ഇപ്പോൾ ഞാൻ എത്രയോ കാലമായി ഇട്ടിട്ട്. പിന്നെ ഇന്ന് കുറച്ച് ദൂരെയാണ്, അതായത് ഇവിടെ തന്നെ വേറൊരു ബ്രാഞ്ചിലോട്ടാണ് പോകുന്നത്. ഇവിടുന്ന് എനിക്ക് തോന്നുന്ന ഒരു 2 മെട്രോ സ്റ്റേഷൻ അപ്പുറത്ത്. അപ്പം ഞാൻ വിചാരിച്ചു ആൾക്കാരൊക്കെ കാണുന്നില്ല, കുറച്ച് മെനയ്ക്കും വൃത്തിക്കൊക്കെ പോവാം. അങ്ങനെ കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ വൃത്തിക്ക് ഒരുങ്ങുന്നത്. എനിക്ക് തന്നെ എന്നെ കണ്ടപ്പോൾ എന്തോ ഒരു സന്തോഷം. അല്ലെങ്കിൽ എപ്പോഴും ഞാനൊരു സിക്ക് ലുക്കിലാണ് പോവുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അമീനെ എണീപ്പിക്കലായിരുന്നു അടുത്ത ടാസ്ക്. അങ്ങനെ അമീനെ എണീപ്പിച്ച് അവൻ്റെ അടുത്ത് റെഡി ആവാൻ പറഞ്ഞു. കാരണം ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകില്ല, കാരണം എപ്പോൾ തലകറങ്ങി വീഴുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ലോ എനർജി ആയിട്ടുള്ളൊരു കണ്ടീഷനിൽ കൂടിയാണ് ഞാനിപ്പോൾ പോകുന്നത്. ഇതിനൊരു മാറ്റം ഉണ്ടാവുമായിരിക്കും. പിന്നെയുള്ള അടുത്ത ടാസ്ക് എന്ന് വെച്ചാൽ ഫയലും കാർഡും അതൊക്കെ നോക്കല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാർഡ് മറന്നുപോയായിരുന്നു, കാരണം കാർഡില്ലെങ്കിൽ ബില്ല് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഇവിടെ അടുത്ത ഹോസ്പിറ്റലായതുകൊണ്ട് പിന്നെ എപ്പോൾ വേണേലും വന്ന് എടുക്കാമെന്നുള്ള രീതിയിലായതുകൊണ്ട് അങ്ങനെ അപ്പം സമയം നോക്കിയിട്ടല്ല പോവുക. ഇത് പിന്നെ കുറച്ച് ദൂരെ ആയതുകൊണ്ട് വന്നിട്ട് എടുക്കാൻ പറ്റില്ല. അതാണ് ആകെയുള്ളൊരു പ്രശ്നം. പിന്നെ ഇവിടെ ഇപ്പോൾ ഡൽഹിയിൽ എല്ലാവർക്കും അറിയാമല്ലോ, 0.5 എന്ന്, സോറി 3 ഡിഗ്രി 5 ഡിഗ്രീൻ്റെയൊക്കെ താഴെയാണ് ഇപ്പോൾ തണുപ്പുണ്ടാവൽ. അതുകൊണ്ട് കോട്ട് മുഖ്യം ബീലെ. പിന്നെ ഇതാണെന്ന് എൻ്റെ ഔട്ട്ഫിറ്റ്. പിന്നെ ഞാൻ വിചാരിച്ചു ഈ സമയത്തൊക്കെ നല്ല രസത്തിൽ ഒരുങ്ങി നല്ല ഔട്ട്ഫിറ്റ് ഇട്ട് ഫോട്ടോ എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യണം. റീലും വേറെ ഞാനിപ്പം മനസ്സിലാക്കുന്നു. നമ്മൾ വിചാരിക്കുന്നത് വേറെ, ശരിക്കും ലൈഫിൽ നടക്കുന്നത് വേറെ. ഇപ്പോഴത്തെ എൻ്റെ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഒന്നിനൊരു മൂഡില്ല. ചത്തോ ജീവിച്ചോ എന്നുള്ളൊരു കണ്ടീഷനിൽ കൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്. പലർക്കും പല രീതിയിലായിരിക്കുമല്ലോ. അങ്ങനെ കുറേ നേരം കാത്തുനിന്നതിന് ശേഷം ഞങ്ങൾക്ക് പോകാനുള്ള മെട്രോ വന്നു. എനിക്കാണ് അവിടെ 3:30 എത്തുകയും ചെയ്യണം. 3:30 ഡോക്ടർ വരുമെന്ന് പറഞ്ഞത്. പിന്നെ വന്ന് ഇപ്പം പിന്നെ ഫുള്ള് കാൽനടയാണല്ലോ. അങ്ങനെ ഒരുവിധം ഹോസ്പിറ്റലിൽ എത്തി 3:30 ഞാൻ എത്തിയിട്ട് അവരെന്നെ സ്കാൻ ചെയ്യാൻ വിളിക്കുന്ന 5:30. എൻ്റെ മുഖവും എൻ്റെ എക്സ്പ്രഷനൊക്കെ മാറി വരുന്നുണ്ട്. അധികം തിരക്കൊന്നുമില്ലായിരുന്നു. പിന്നെ എന്താ, ഞാനവിടെ കിടന്ന് ഉറങ്ങിയാലോ എന്ന് വരെ വിചാരിച്ചു.